സ്റ്റൈൽ ഓഫ് ട്രേഡ്സിൻ്റെ മറ്റൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് ബാങ്ക് എക്സ്പയറി ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ബാങ്ക് ഫ്രൈഡേ ക്ലോസിങ്ങിൻ്റെ ജസ്റ്റ് ഒരു കുറച്ച് താഴെയായിട്ട് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം തന്നെ ഒരു സെൽ ഓഫ് ആയിരുന്നു. അതിനുശേഷം ഗ്രാജുവലി ഇത് വന്ന് 57,500 അല്ലെങ്കിൽ 400 അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴെ വന്ന് 57,200 അവിടെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനറലി മാർക്കറ്റിൽ ഒരു ബെയറിഷ് സെൻറ്റിമെൻ്റാണ് ഉള്ളത്. എന്നാലും ഈ ഒരു ഞാനിപ്പോൾ ഒരു ട്രെൻഡ് എടുത്തേക്കുന്നത് ഇവിടുത്തെ ഒരു ഈ ഒരു 57,200 ബ്രേക്ക് ചെയ്ത് താഴെ വന്നില്ല എങ്കിൽ, അതായത് വന്നില്ല എങ്കിൽ ഒരു 57,500 ആദ്യം, അതിനുശേഷം ഒരു 57,700 വരെയൊക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു 57,600 വരെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കോൾ സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 160 ഒരു എൻട്രി എടുത്തിട്ടുണ്ട് കോൾ സൈഡിലേക്ക്. അതായത് 57,200 CE ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 57,200 CE ഇപ്പോൾ നമുക്ക് ലോസിലാണുള്ളത്. 140 താഴെയോട്ടൊക്കെ കുറേ 130 ഒക്കെയാണ് ഞാനൊരു ഇത് വെച്ചിരിക്കുന്നത്, 30 പോയിൻറ്റ്സ്. 161 എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 57,150 ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ലെവല്, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രീമിയം ഒരുപാട് താഴേക്ക് പെട്ടെന്ന് ഡ്രോപ്പ് ആവുകയോ ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇതിലാണ്, പ്രൈസ് ആക്ഷൻ പ്രകാരം ഇങ്ങനെ നെഗറ്റീവിലേക്കാണ് പോകുന്നതെങ്കിലും ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ കാണിച്ചാൽ നമുക്ക് കുറച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 57,500 വരെയെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 57,400 to 450 റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആണ്. അവിടെ ഇപ്പോൾ 2 പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് എങ്ങനെ വരും നോക്കാം, വെയിറ്റ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് കാണാം ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ ഇവിടുന്ന് ഒരു 57,400 അടുത്ത്, അല്ലെങ്കിൽ ഒരു 400 അടുത്ത് വരെ വന്ന് സ്റ്റോപ്പ് ലോസ് ഇത് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഒരു 57,400 വരെ പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് സ്ലോ ആയത് കാരണം നമുക്ക് ചിലപ്പോൾ ഇത് വരും. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇവിടുന്ന് 200 ഞാൻ ഇത് ടാർഗറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ 400 വരെ പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടെ അപ്സൈഡ് പോയി കഴിഞ്ഞാൽ 400 വരെ വന്നു കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് സൈഡിൽ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് അതിൻ്റെ 400 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സൈഡ് മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെന്തായാലും 400 ഇവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല ഒരു ഈ മൂവ്മെൻറ്റ് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പോയതുകൊണ്ട്
സിംഗിൾ ലോട്ട് ആയതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നുകൊണ്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് 200. പക്ഷേ ആ ഒരു SL ഹണ്ടിങ്ങിൻ്റെ ആ ഒരു ഇത് നമുക്ക് വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ പ്രയോജനപ്പെടുത്താമായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് സ്മോൾ ക്യാപിറ്റലിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് SL ഹിറ്റ് ചെയ്യുന്നതനുസരിച്ച് പ്രീമിയം കയറി സി സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 500 ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഇവിടം വരെ പോയിട്ട് കുറച്ചൊന്ന് പോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇവിടെ നിർത്തുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.